ഡോക്ടർ നിതീഷ് നാരായണൻ, നോട്ട് നിരോധനം വഴി ലക്ഷ്യമിട്ട കള്ളപ്പണവും ഭീകരവാദ ഫണ്ടിങ്ങും കുറഞ്ഞു എന്നുള്ള അവകാശവാദത്തെ എങ്ങനെ കാണുന്നു? കുറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് പോലും അറിയുന്ന ഒരു കാര്യമാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. പത്താൻകോട്ട്, പുൽവാമ, ഉറി, ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ നമ്മൾ കണ്ടിട്ടുള്ള സ്ഫോടനം, ആക്രമണം. അതായത് 2020 ശേഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള തീവ്രവാദി ആക്രമണങ്ങൾ, അതിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ജീവനുകൾ, അതിനു മുമ്പുള്ള വർഷങ്ങളിൽ ഉണ്ടായതിനേക്കാൾ അധികമാണ്. 100-ലധികം സൈനികർക്ക് ഇന്ത്യയിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രയോ മനുഷ്യർക്ക് ഇന്ത്യയിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു തരത്തിലും ഇതിന്റെ അളവ് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ഇന്ത്യയിലെ സൈനികരുടെ ശേഷിയെയോ ധീരതയോ ഒന്നും ഏതായാലും BJPയുടെ പ്രതിനിധി ഇവിടെ ക്ലാസ് എടുത്ത് ഞങ്ങൾക്ക് തരണ്ട, അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾ എടുക്കുകയും വേണ്ട. ആ പ്രതിരോധം നയിച്ചിട്ടുള്ള കേണൽ സോഫിയയെ എങ്ങനെയാണ് അധിക്ഷേപിച്ചത് എന്നുള്ളത്, നിങ്ങളുടെ നേതാവ് എങ്ങനെയാണ് അധിക്ഷേപിച്ചത് എന്നുള്ളത്, അയാളോട് എന്ത് സമീപനാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്നുള്ളത് കണ്ടവരാണ് ഈ രാജ്യം. അതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ആളുകളെ അധിക്ഷേപിച്ചിട്ടുള്ള പാരമ്പര്യം കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നിട്ട് രാജ്യസ്നേഹം ഞങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. 3 നേരത്തെ സൂചിപ്പിച്ചു. GDP വർധനവിനെ കുറിച്ചിട്ടാണോ? GDP വർധനവ് ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷം മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ പതിറ്റാണ്ട് നിങ്ങൾ 1950 ശേഷമുള്ള എല്ലാ കണക്കുകളും എടുത്തു നോക്കുക. ഗ്രാജുവലി ഒരു GDPയുടെ ഗ്രോത്ത് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ തോത് കുറയുകയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും അധികമായിട്ട് മാറിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള കണക്കുകളാണ് സൂചിപ്പിക്കുന്നത്. ശരിയാണ്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ ബില്യണേഴ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. 100-ൽ കുറവ് മാത്രമായിരുന്ന 49 മറ്റോ ആണ് എന്നുള്ളതാണ് എന്റെ ഓർമ്മ. 2013-14 സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ശതകോടീശ്വരന്മാർ, ആ ശതകോടീശ്വരന്മാരുടെ എണ്ണം ഇന്ന് 180-ൽ അധികമാണ്. അതേസമയം തന്നെ ഇന്നലെയാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ്, നോട്ട് നിരോധനത്തിന്റെ ദീർഘകാല സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക പ്രത്യാഘാതങ്ങളിൽ ഒന്ന് തന്നെയാണ് GDP ഗ്രോത്ത് 6 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു ശരാശരി എന്നുള്ളത്. കാരണം നമുക്കറിയാം, UPA ഭരിച്ചിരുന്ന ആ സമയത്ത് ശരാശരി 8% GDP ഗ്രോത്ത് ആണ് നേടിയിരുന്നത്. അതാണ് 6%ലേക്ക് ഇടിയാൻ കാരണമായത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ നോട്ട് നിരോധനം തന്നെയാണ്. അതുപോലെ സജിനി പറഞ്ഞ മറ്റൊരു കാര്യം കൂടി എനിക്കൊന്ന് കമന്റ് ചെയ്യാനുണ്ട്. അതായത് ആധാർ ബേസ്ഡ് ട്രാൻസാക്ഷൻസ്, ആധാർ ശരിക്കും പറഞ്ഞാൽ UPA ഗവൺമെന്റ് ആണ് ആധാർ കൊണ്ടുവരുന്നത്. പിന്നെ BJP ഗവൺമെന്റും അതുപോലെ തന്നെ തുടരുന്നു. അപ്പൊ ഈ ആധാർ ബേസ്ഡ് ട്രാൻസാക്ഷൻസ് വന്നെങ്കിൽ പോലും ഇപ്പോഴും കള്ളപ്പണത്തിന്റെ ഒഴുക്ക് ഇഷ്ടം പോലെ നടക്കുന്നു. കാരണം കള്ളപ്പണം ഈ ആധാറിന്റെ അതായത് ഈ രാജ്യത്തിനകത്ത് ബാങ്ക് വഴിയായിട്ടൊക്കെ നടക്കുന്ന ട്രാൻസാക്ഷൻ അല്ല. ഉദാഹരണത്തിന് ഇപ്പൊ ഗൾഫിൽ ഇരുന്നോണ്ട് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിരുന്നോണ്ട് കറൻസി, ഇന്ത്യയിലുള്ള ഒരാളുമായിട്ട് കറൻസി കൈമാറ്റം ചെയ്യണമെങ്കിൽ അവിടെ അവര് കറൻസി ഇഷ്ടമുള്ള രീതിയിൽ കൈമാറുന്നു. ഇപ്പൊ ഡോളർ അവിടെ കൈമാറുന്നു, പകരം ഇന്ത്യൻ റുപ്പി ഇന്ത്യയിലാണ് ഈ പറയപ്പെട്ട കക്ഷികളുടെ ബന്ധുക്കൾക്ക് കൊടുക്കുന്നത്. ആ പണം അത് ഈ പറഞ്ഞ കണക്ക് എന്തിനാണ് ഈ പറഞ്ഞ ഇന്നലെ ഇപ്പൊ ഡൽഹിയിൽ നടന്നതുപോലെയുള്ള പരിപാടികൾക്കാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പുൽവാമയ്ക്ക് വേണ്ടിയാണോ ഉപയോഗിക്കുന്നത്, അതുമല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വാങ്ങാനാണോ ഉപയോഗിക്കുന്നത്, സ്വർണം വാങ്ങാനാണോ ഉപയോഗിക്കുന്നത്, അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. സജിനി ഒരുപക്ഷെ അറിയില്ലായിരിക്കും, വേൾഡ് ഗോൾഡ് കൗൺസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണം 800 ടൺ മുതൽ 1000 ടൺ വരെ സ്വർണമാണ് ഒഫീഷ്യലായിട്ട് ഒരു വർഷം വിൽക്കുന്നത്. അതിന്റെ 20% കേരളത്തിൽ വിൽക്കപ്പെടുന്നു എന്നാ പറഞ്ഞത്. ഇത്രയധികം പണം എവിടുന്ന കേരളത്തിൽ വരുന്നത്? അപ്പൊ ഒരുപാട് കള്ളപ്പണ മാഫിയ ഇവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. ആ കള്ളപ്പണ മാഫിയയ്ക്ക് തടയിടണം എന്ന് വിചാരിച്ചിരുന്നു ഡിമോണിറ്റൈസേഷൻ. പക്ഷെ അതിന് ഒരു തൽക്കാല ശമനം, കാരണം അതിന് തൊട്ട് മുൻപ് ഈ ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവരുന്നതിന് മുൻപ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ കള്ളപ്പണത്തിന്റെ ഒരു പാരലൽ ഇക്കോണമി കേരളത്തിൽ ഇന്ത്യയിൽ
ഓടുന്നുണ്ട്. ഒരു 22% പാരലൽ ഇക്കോണമി എന്ന് പറഞ്ഞിരുന്നു. അത് നരേന്ദ്രമോദിയെ തീർച്ചയായിട്ടും പ്രേരിപ്പിച്ചിട്ടുണ്ട് ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവരാൻ. പക്ഷേ തൽക്കാലത്തേക്ക് നിർത്തിയതൊഴിച്ചാൽ ഇപ്പോഴും അതുപോലെ പാരലൽ ഇക്കോണമി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ഈ പുൽവാമ പോലെയുള്ള എല്ലാ തരം കർമ്മങ്ങളും നടക്കുന്നത്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖല കുറച്ചു കാലത്തേക്ക് ഒന്ന് പതുക്കെ നിന്നു, പക്ഷെ ഇപ്പൊ വീണ്ടും റിയൽ എസ്റ്റേറ്റ് മേഖല പൊങ്ങി വരുന്നുണ്ട്. അതൊക്കെ കാണിക്കുന്നത് ഇഷ്ടം പോലെ ഈ കള്ളപ്പണത്തിന്റെ ബിസിനസ് ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ്. അപ്പം കള്ളപ്പണം, അതായത് ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നത് ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ്. പക്ഷേ അത് വലിയ മണ്ടത്തരമായി പോയി എന്ന് ഇപ്പോഴെങ്കിലും BJPക്ക് തോന്നുന്നുണ്ടെങ്കിൽ നല്ലത്. കാരണം അതില്ലായിരുന്നെങ്കിൽ BJPയുടെ ഭരണകാലം ഇതിനേക്കാൾ മെച്ചപ്പെടുമായിരുന്നു, റേറ്റ് ഓഫ് ഗ്രോത്ത് ഇതിനേക്കാൾ കൂടുമായിരുന്നു. മിസ്റ്റർ ജെയിംസ്, എനിക്ക് അവസരം തന്ന ഒരു കാര്യം കൂടി, സജിനി നേരത്തെ പറഞ്ഞു നമ്മള് 4 ട്രില്യൺ ഇക്കോണമിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പൊ ഞാൻ സജിനിയോട് ചോദിക്കുകയാണ്, സജിനി ഈ ആദ്യ ഹയസ്റ്റ് GDP, നമ്മൾ 4ാമത്തെ GDP രാജ്യം അല്ലെങ്കിൽ 3ാമത്തെ GDP രാജ്യം ആകാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ. 1ാമത്തെ GDP അമേരിക്കയ്ക്കാണ്. അമേരിക്കയുടെ GDP $33 ട്രില്യൺ ആണ്. അവിടുത്തെ പോപ്പുലേഷൻ 33.3 കോടിയാണ്. അപ്പൊ പെർ ക്യാപിറ്റ ഇൻകം എത്രയായിരിക്കും എന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഇനി 2ാമത്തെ GDP ചൈനയ്ക്കാണ്. ചൈനയ്ക്ക് 18 ട്രില്യൺ. അത് പക്ഷെ ഇപ്പൊ 20-21 ട്രില്യൺ ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ 6 മാസം മുമ്പ് എടുത്തതാണ് കണക്ക്. അപ്പൊ അങ്ങനെ 20-21 ട്രില്യൺ ഡോളേഴ്സ്. അവരുടെ പോപ്പുലേഷനോ 145 കോടി, സെക്കൻഡ് ഹയസ്റ്റ് ഇൻ ദ വേൾഡ്. അപ്പൊ അവരുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് US-ന്റെ $76,000 പെർ ക്യാപിറ്റ ഇൻകം എങ്കിൽ ചൈനയുടേത് $12,000. ഇനി ഇന്ത്യയിലേക്ക് വന്നാലോ, ഏറ്റവും ലാർജസ്റ്റ് പോപ്പുലേഷൻ ആണ് ഇന്ത്യയിൽ. അതായത് 146 കോടി 39 ലക്ഷം. ഈ കഴിഞ്ഞ ഓഗസ്റ്റിലെ കണക്കാണത്. ആ 146 കോടി 39 ലക്ഷമുള്ള ഇന്ത്യയില് നിർമ്മല സീതാരാമൻ നമുക്കിവിടെ വച്ച ബജറ്റ് അനുസരിച്ച് 25-26 ബജറ്റ് അനുസരിച്ചാണെങ്കിൽ $3.7 ട്രില്യൺ ആണ് നമ്മുടെ GDP. നമ്മൾ പ്രതീക്ഷിക്കുന്ന GDP $3.7 ട്രില്യൺ ആണ്. അത് പെർ ക്യാപിറ്റ ഇൻകം ആയിട്ട് വരുമ്പോഴേക്ക് 146 കോടി 39 ലക്ഷം ജനങ്ങൾക്ക് $2,500 പോലും വരില്ല. അപ്പൊ നമ്മൾ 3rd ലാർജസ്റ്റ് ഇക്കോണമി എന്ന് പറഞ്ഞ എന്ത് താരതമ്യമാണ് US-ഉമായിട്ടും ചൈനയുമായിട്ടും ഒക്കെ ഉള്ളത്. അവിടെയൊക്കെ നമ്മുടെ എന്നിട്ടാണ് ഈ 180 കോടീശ്വരന്മാരെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നത്. അതായത് ഈ 10 വർഷം കൊണ്ട്, എന്ന് വെച്ചാൽ ദരിദ്രരെ കൂടുതൽ ദരിദ്രത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് കോടീശ്വരന്മാരെ കൂടുതൽ സൃഷ്ടിച്ചു. അതാണ് ഇന്ത്യയിൽ നടന്നിരിക്കുന്നത്. അത് ഇപ്പോഴെങ്കിലും BJP മനസ്സിലാക്കുന്നത് നല്ലതായിരുന്നു. വ്യക്തമാണ്. ശ്രീമതി CV സജനി, നോട്ട് നിരോധനത്തിലൂടെ വ്യാജ കറൻസിക്ക് അന്ത്യമായോ? പുതിയതായി ഇറങ്ങിയ 500-ന്റെയും 2000 രൂപയുടെയും നോട്ടുകളുടെ വ്യാജ പതിപ്പുകൾ വീണ്ടും വിപണിയിൽ എത്തിയിട്ടില്ലേ? ടീച്ചറിനോട് എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് പറയട്ടെ, ഈ രാജ്യത്തിന്റെ സർക്കാർ, മോദി സർക്കാർ നടത്തുന്ന, ഈ രാജ്യത്തിന്റെ വികാസത്തിന് വേണ്ടി നടക്കുന്ന വളരെ റെവല്യൂഷണറി ആൻഡ് റിഫോർമേറ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ, ഇക്കണോമിക് സ്ട്രാറ്റജീസ്, അതിനെ ഇങ്ങനെ കാണാതെ ഇങ്ങനെ പൂർണ്ണമായി ഒരു അടച്ചാക്ഷേപിക്കുന്നത് അത് ശരിയാണോ എന്ന് ടീച്ചറിനോട് എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് അതാണോ യാഥാർത്ഥ്യം എന്ന് ടീച്ചർ എന്ന് സ്വയം ചിന്തിക്കുന്നത് ചെയ്യണം. ടീച്ചർ അമേരിക്കൻ ഇക്കോണമിയെ വളരെ പിൻബലത്തോടെയാണ് ഞാൻ പറയുന്നത്. കണക്കുകളുടെ പിൻബലത്തോടെയാണ് ഞാൻ പറയുന്നത്. അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ വളരെ ശ്ലാഘിച്ച് സംസാരിച്ചുള്ള നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത്. അടച്ചു പൂട്ടലുകളുടെ വലിയൊരു നിരയാണ്. ജനങ്ങൾക്ക് ഒരു രാത്രി കൊണ്ടാണ് തൊഴിൽ നഷ്ടപ്പെട്ടത്. അവർ വലിയ കഷ്ടതയിലേക്ക്, ദാരിദ്ര്യ പ്രശ്നങ്ങളിലേക്കുമാണ്. ഏതായാലും ഈ രാജ്യത്ത് അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. ഇവിടുത്തെ ജനസംഖ്യയുടെ ഒരു കണക്കൊക്കെ പറയും 146 കോടി. അതെ, ആ 146 കോടി ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ സർക്കാർ ഏത് നയം നടപ്പാക്കുമ്പോഴും ഏത് സ്ട്രാറ്റജി നടക്കാപ്പോഴും ആ 146 ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഏറ്റവും അവസാനത്തെ ആളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ നയവും നടപ്പിലാക്കുന്നത്. ഈ കോവിഡ് കാലത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള വലിയ സമ്പന്ന രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ലണ്ടനൊക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അവിടെ 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസ് ഒക്കെ കോവിഡ് കാലത്ത് വഴിയിൽ കിടന്ന് പിടഞ്ഞു മരിച്ചു. എന്താണെന്ന് അറിയാമോ? അവർക്ക് ചികിത്സ കൊടുത്തില്ല സർക്കാർ. അവർ കാരണം അത് ഇൻഷുറൻസ് പദ്ധതി പ്രകാരമാണ്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. ഇന്ത്യയിൽ കോവിഡ് കാലത്ത് ആരും വഴിയിൽ കിടന്നൊന്നും മരിച്ചില്ല. ഓർക്കുക, ആ കോവിഡ് കാലത്താണ് നമ്മുടെ ഗോതമ്പൊക്കെ ഉൾപ്പെടെയുള്ള കാർഷിക രംഗത്ത് റെക്കോർഡ് ഉൽപാദനം നടത്തിയത്. കുറെ കർഷകര്
അവിടെ പോയി അവിടെ ടുക്കട ഗ്രൂപ്പും പിന്നെ 50 ലക്ഷത്തിന്റെയും കോടികളുടെ വിലയുള്ള പിന്നെ വണ്ടിയും മൊബൈലും ഒക്കെ ആയിട്ട് പോയിരുന്ന് സമരം ചെയ്തപ്പോഴും യഥാർത്ഥ കർഷകർ ആ കോവിഡ് കാലത്ത് ഇവിടെ കൃഷി ചെയ്യുക തന്നെയായിരുന്നു. അവർക്ക് വേണ്ട വിത്തും വളവും വിപണിയും പുതിയ പദ്ധതികൾ കൊടുത്തുകൊണ്ട് മുഴുവൻ പിന്തുണയുമായിട്ട് ഈ മോദി സർക്കാർ, രാജ്യം ഭരിക്കുന്ന സർക്കാർ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ്, ആ കോവിഡ് കാലത്ത് പോലും നമ്മുടെ കാർഷിക രംഗത്ത് കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ നമുക്ക് റെക്കോർഡായിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെ ടീച്ചർ പറഞ്ഞല്ലോ, ടീച്ചറല്ല ഇതുവർഷം പറഞ്ഞ് രണ്ടുപേരും പറഞ്ഞുവല്ലോ, ഈ അതിസമ്പന്നരുടെ എണ്ണം കൂടുകയാണ്. ടീച്ചറെ, അതിസമ്പന്നരുടെ എണ്ണം കൂടുന്നത് നിങ്ങൾ പറയുമ്പോഴും അതുപോലെ തന്നെയാണ് സാധാരണക്കാരിൽ ഏറ്റവും ദരിദ്രരിൽ നിന്നും സാധാരണക്കാരിലും മധ്യവർഗത്തിലേക്കും വളർന്നു വരുന്നവരുടെ ആളുകളുടെ എണ്ണവും ജനതയുടെ എണ്ണവും അതുപോലെ തന്നെ ലക്ഷക്കണക്കിനായിട്ട് വർദ്ധിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് MSME ഉണ്ടായ ശാക്തീകരണം. നമ്മുടെ GDP MSME സംഭാവന എന്ന് പറയുന്നത് 30%. നമ്മുടെ കയറ്റുമതിയുടെ 40% MSME ആണ്. ഈ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളൊക്കെ ഉൾപ്പെടെ ചെയ്യുന്നത് ആരാണ്? ഇന്നത്തെ സാധാരണക്കാരായ സംരംഭകരാണ്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ്. അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളെയും ഏറ്റവും താഴെത്തട്ടിലുള്ള സ്ട്രീറ്റ് വെണ്ടർ തൊട്ട് പിന്നെ തെരുവിൽ കച്ചവടം ചെയ്യുന്നവർക്ക് വേണ്ടി പോലും പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് കോവിഡ് കാലത്ത് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് പുതിയ ജീവിത മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുത്തവരാണ്. അവരെയെല്ലാം ഈ രാജ്യത്തിന്റെ ഇക്കോണമിയുടെ ഭാഗമാക്കിക്കൊണ്ട്, ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഭാഗമാക്കിക്കൊണ്ട് ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു സർക്കാരാണ്. അപ്പൊ ആ സർക്കാർ ഒരു വശത്ത് ഇങ്ങനെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കാർഷിക മേഖലയെയും ചെറുകിട വ്യവസായങ്ങളെയും വൻകിട വാണിജ്യ മേഖലകളെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ, MSME, വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അത് ഇന്ത്യയുടെ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ശാക്തീകരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ MSME, വോക്കൽ ഫോർ ലോക്കൽ എന്ന കൺസെപ്റ്റിലൂടെ ഉണ്ടായിട്ടുള്ള MSMEകളിലൂടെ ഉണ്ടല്ലോ, അതിന്റെ 29 കോടി പുതിയ തൊഴിലവസരങ്ങളാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 5 വർഷത്തിൽ കൊണ്ട് ഇവിടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ തൊഴിലില്ലായ്മ, ഈ സാമ്പത്തിക പ്രശ്നത്തെ ഇത് ലോകം മുഴുവൻ ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ലോകത്തിന്റെ ആ റേറ്റ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നില എത്രയോ നല്ലതാണ്. ഇന്ത്യ എത്രയോ വേഗത്തിൽ അത് മുന്നോട്ട് കുതിക്കുകയാണ്. അപ്പൊ ഇതൊന്നും കാണാതെ ഇതെല്ലാം തെറ്റാണ് എന്ന് പറയുന്ന ആ രീതി ഉണ്ടല്ലോ, അത് അംഗീകരിക്കാനാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ നിതീഷ് നാരായണൻ, നോട്ട് നിരോധനത്തിന്റെ പേര് പറഞ്ഞ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ ചെറുതാക്കരുത് എന്ന വാദത്തോട് താങ്കൾക്ക് എന്താണ് മറുപടി ഉള്ളത്? ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ എന്താണ് എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഒന്ന് പറഞ്ഞത് കോവിഡ് വളരെ ഗംഭീരമായിട്ട് കൈകാര്യം എന്നുള്ളതാണ്. കോവിഡ് കാലത്താണ് ഗംഗാ നദിയിലൂടെ അനാഥ ശവങ്ങൾ ഒഴുകി നടക്കുന്ന വാർത്ത വന്നത്. ആ വാർത്ത വന്ന പത്രത്തിന്റെ, പ്രസിദ്ധീകരിച്ച വാർത്ത കൊടുത്ത പത്രത്തിന്റെ പിറ്റേ ദിവസം റെയ്ഡ് ചെയ്തിട്ട് അവർക്കെതിരായിട്ട് നടപടി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ തൊഴിലല്ലേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഞാൻ ആ സമയത്ത് ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള ആളാണ്. ഡൽഹിയിൽ ശ്മശാനങ്ങൾ കാട്ടുതീ പടരുന്ന പോലെ കത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വെച്ചാൽ ഓരോ മിനിറ്റിലും ശവശരീരങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. ഓക്സിജൻ കിട്ടാതെ ആളുകൾ പെടഞ്ഞ എത്രയെത്ര അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ രാജ്യത്തെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കരുത്. ഈ നാടിന്റെ ഓർമ്മയെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. ആശുപത്രികളിൽ ബെഡില്ലാതെ ആളുകൾ ദുരിതം അനുഭവിച്ച് കണ്ടിട്ടില്ലേ? ഈ ഇതര സംസ്ഥാനങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് 100 കണക്കിന് 1000 കിലോമീറ്റർ കാൽനടയായിട്ട് നടന്നു പോകേണ്ടി വരുന്ന കാഴ്ച വേദനയോടെ നമ്മൾ കണ്ടിട്ടില്ലേ? പല ആളുകൾക്കും അവർക്ക് ഈ മരപ്പൊത്തുകളിൽ കയറിയിട്ട് താമസിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലേ? മാത്രമല്ല, അവസാനം എന്തുണ്ടായി? അവസാനം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കണക്ക് വന്നു. ആ കണക്കിൽ പറഞ്ഞു ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കോവിഡ് കാലത്തെ ഡെത്ത്, ആ ഡെത്ത് എന്ന് പറയുന്നത് സമ്പൂർണമായിട്ടും ഡാറ്റ അട്ടിമറിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളതെന്നും റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ 21 ലക്ഷം മരണം അധികം ഇന്ത്യയിൽ കോവിഡിന്റെ ആദ്യ വർഷത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പുറത്തു വന്നു. ഇങ്ങനെയല്ലേ കോവിഡിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഏത് നേട്ടാണ് തരാം? കോവിഡിൽ ലോകത്തെ ഇന്ത്യയിലെ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി കൊടുത്തതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് വേണോ? തരാം. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ കഴിഞ്ഞ 45 വർഷത്തിൽ ഏറ്റവും അധികമാക്കിയതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് തരാം. ഇന്ത്യയിൽ ദാരിദ്ര്യരും സമ്പന്നരും തമ്മിലുള്ള ഗ്യാപ്പ് വർദ്ധിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് തരാം. പിന്നെ സമരം ചെയ്ത കർഷകരെ അധിക്ഷേപിക്കുന്ന വാചകവും ഞങ്ങൾ കിടക്കട്ടു. നിങ്ങൾ അധിക്ഷേപിക്കുമായിരിക്കും. ഏതായാലും നിങ്ങളുടെ നേതാവ് അവരോട് മാപ്പാണ് പറഞ്ഞത്. 1 വർഷം നീണ്ടു നിന്നിട്ടുള്ള
ലക്ഷക്കണക്കിന് ധീരരായിട്ടുള്ള കർഷകർ നടത്തിയിട്ടുള്ള സമരത്തിന്റെ മുന്നിൽ മുട്ടുമടക്കിയത് ഈ രാജ്യം കണ്ടിട്ടുണ്ട്. ഈ ഭരണകൂടത്തിന് മടക്കേണ്ടി വന്നത് ഈ രാജ്യം കണ്ടിട്ടുണ്ട്. നിങ്ങൾ തുക്കടെ ഗ്യാങ് എന്നൊക്കെ അവരെ വിളിക്കുമായിരിക്കും, പക്ഷെ അവരുടെ മുന്നിൽ മാപ്പ് പറയേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ നേതാവിന് എന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി. അതുപോലെ തന്നെ പറഞ്ഞോളൂ. അല്ല, ഞങ്ങളുടെ ഏത് നേതാവാണാവോ ഈ മാപ്പ് പറഞ്ഞത് അതറിയില്ല. നിങ്ങൾ ഇത്ര വലിയ വലിയ വിഷയങ്ങളൊക്കെ 3 കാർഷിക നിയമങ്ങൾ പാസ്സാക്കുകയും ആ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ സമരം നടക്കുന്നത് സുഹൃത്തെ. ഫാം ലോസ് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അത് 3ഉം നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് അത് പിൻവലിക്കേണ്ടി വന്നത്. നിങ്ങളുടെ 56 ഇഞ്ചിന്റെ നെഞ്ചളവുണ്ടല്ലോ, ആ നെഞ്ചളവ് കാറ്റുപോയ ബലൂണ് പോലെ തകർന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ സമരത്തിന്റെ മുന്നിൽ. അല്ല, എന്റെ സമയത്ത് നിങ്ങൾ കയറി പറയുന്നത് ശരിയല്ല. പിന്നെ ഈ ആയുഷ്മാൻ ഭാരതും 70 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് അന്ന് കേരളം എന്തുകൊണ്ടാണ് നടപ്പിലാക്കാത്തത്? ഇതെല്ലാം ഈ നാട്ടിലെ മുഴുവൻ ആരോഗ്യത്തിന്റെ കാര്യം ഇന്ത്യയുടെ പൊതു അവസ്ഥയും കേരളവുമായിട്ട് ചർച്ച ചെയ്യാണോ? കഴിഞ്ഞ മാസമാണ് ഒരു കണക്ക് വന്നത്. ആ കണക്ക് പറയുന്നത് കേരളത്തിലെ ശിശുമരണ നിരക്ക് അത് വികസിത രാജ്യങ്ങളെക്കാൾ കുറവാണ് എന്ന കണക്ക് വന്ന നാടിന്റെ പേരാണ് കേരളം. അഭിമാനിക്കൂ ഈ നാട്ടിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട്. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് എവിടെ ഓക്സിജൻ കൊടുക്കാതെ നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട്. ഒരക്കൂറിൽ ഓക്സിജൻ കൊടുക്കാതെ കുഞ്ഞുങ്ങളെ കൊന്ന ഭരണകൂടമാണ് നിങ്ങളുടേത്. അപ്പോഴാണ് ഒരു നാട് കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നാടായിട്ട് മാറുന്നത്. നിങ്ങളാണോ ആരോഗ്യത്തിനെ കുറിച്ചിട്ട് പറയുന്നത് സുഹൃത്തെ? ഏത് സുഹൃത്ത്? നിങ്ങൾ ഓക്സിജൻ കൊടുക്കാതെ നവജാത ശിശുക്കളെ കൊന്ന ആളുകളല്ലേ? നവജാത ശിശു അതിൽ ചോദ്യം ചെയ്ത് ഡോക്ടറെ ജയിലിലിട്ട ആളല്ലേ നിങ്ങളുടെ നേതാക്കന്മാര്? നിങ്ങളാണോ ആരോഗ്യത്തെ കുറിച്ച് പറയുന്നത്? കോവിഡ് മരണം പൂഴ്ത്തിവെച്ചിട്ട് ജനങ്ങളെ പറ്റിച്ച നിങ്ങളുടെ ഭരണകൂടാണോ ആരോഗ്യത്തിനെ കുറിച്ചിട്ട് പറയുന്നത്? സജനിക്ക് പറയാൻ അവസരം കൊടുക്കൂ. ആദിവാസി മേഖലയിലേക്ക് നിങ്ങൾ വിനിയോഗിക്കാൻ തയ്യാറാവണം. ആദിവാസി മേഖലയിലേക്ക് അത് വിനിയോഗിക്കാൻ തയ്യാറാവണം. ശരി, ഞാൻ പറയാം. ആദിവാസി മേഖലകളുടെ കണക്ക് ഞാൻ പറയാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇനി അതാണല്ലോ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ആദിവാസി മേഖല നിങ്ങളുടെ തന്നെ കേന്ദ്രമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ വെച്ചിട്ടുള്ള ഒരു കണക്കുണ്ട് ആദിവാസി മേഖലയെ കുറിച്ച്. എന്താ പറയുന്നതെന്ന് അറിയോ? ഇന്ത്യയിലെ ട്രൈബൽ സ്പെഷ്യൽ ഫോക്കസ്ഡ് ഡിസ്ട്രിക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്ട്രിക്റ്റുകളിലെ സ്കൂളുകളിൽ അതിൽ 90% സ്കൂളുകളിലും ICT ഫെസിലിറ്റി ഇല്ല. എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഒരു ഇന്റർനെറ്റോ കമ്പ്യൂട്ടറോ ഉള്ള സ്കൂളാണ് ICT ഫെസിലിറ്റി ഉള്ള സ്കൂൾ. അത് 90% സ്കൂളുകളിലും ഇല്ല എന്നാണ് പറയുന്നത്. ആ കണക്കിൽ ഒരു ഗ്രാമം, ഒരു ജില്ല കേരളത്തിൽ നിന്ന് ഇല്ല സുഹൃത്തെ. ദയവ് ചെയ്ത് ആദിവാസികളുടെ ഒന്നും പേര് പറഞ്ഞിട്ട് നിങ്ങളുടെ ക്ലെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കല്ലേ. നിങ്ങൾ വെച്ച പാർലമെന്റിലെ കണക്ക് മാത്രം നോക്കിയാൽ മതി. ഒരു കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ മൈലുകൾ താണ്ടി തോളിലിട്ട് പോയ ഒരു അമ്മ ആശുപത്രിയിൽ ചെന്നപ്പോഴേക്കും കണ്ടത് ആ കുഞ്ഞ് എത്രയോ മുൻപേ മരിച്ചു എന്നത് കണ്ണീരോടെ ഈ കേരളം മുഴുവൻ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ആരോഗ്യത്തിന്റെ ഒരു ആരോഗ്യ മേഖല എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ കൂടുതൽ നിങ്ങൾ ഈ ആരോഗ്യ മേഖലയെ കുറിച്ചൊന്നും പറയണ്ട. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും വെൽഫെയറിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ആയുഷ്മാൻ പദ്ധതി പോലുള്ള 70 വയസ്സിന് മുകളിൽ ആയുഷ്മാൻ പദ്ധതി പോലുള്ള കാര്യങ്ങൾ ഇവിടെ മോദി സർക്കാർ നടപ്പിലാക്കുന്നത്. അതൊക്കെ നടപ്പിലാക്കുവാൻ കേരളം തയ്യാറാവണം. എന്നിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. പിന്നെ ഒരൊറ്റ കാര്യം കൂടി, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ആയുർദൈർഘ്യം കേരളത്തിൽ ഉണ്ടാകുന്നത്? കേരളത്തിലെ മനുഷ്യരാണ് കൂടുതൽ ജീവിക്കുന്നത്. ആയുർദൈർഘ്യം കേരളത്തിലാണ്. ഇത് ഇതിന്റെ കണക്കാണ്. ഞാൻ ഈ ചർച്ചയിൽ പറയുന്ന കണക്കല്ല. അതെന്തുകൊണ്ടാണ് രജനി? എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. കാരണം എല്ലാ കാലത്തും നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ്, നോട്ട് നിരോധനം വഴി ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചതായി സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിലും മറ്റും ഇതിന്റെ പ്രായോഗികത എത്രമാത്രമാണ്? അതായത് ഹൈലി ഡിജിറ്റലൈസ്ഡ് ആണ് എന്ന് പറയുന്ന കേരളത്തിൽ പോലും ഗ്രാമങ്ങളിൽ ചെന്നാല് ഡിജിറ്റൈസേഷൻ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് വളരെ കുറവാണ്. അതുപോലെ ഓൾ ഇന്ത്യ തലത്തിലെ 80% ട്രാൻസാക്ഷൻസും ഇപ്പോഴും മണി ട്രാൻസാക്ഷൻസ് ആണ്, ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് അല്ല. അതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ കാണുന്നത്.
പിന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സൗകര്യാർത്ഥം അവരുടെ മുഖം മിനുക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എനിക്ക് സജിനിയോട് പറയാനുണ്ട് കോവിഡ് കാലത്തെ മരണത്തെ പറ്റി. അതായത് ഒരു NGO, അമേരിക്കൻ ബേസ്ഡ് NGO, എന്താണ് പ്യൂർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ NGO അന്ന് കോവിഡ് നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ പറഞ്ഞത്, ഇന്ത്യയെ പറ്റിയുള്ള പഠനം നടത്തി, എല്ലാ രാജ്യങ്ങളെ പറ്റിയും പഠനം നടത്തി, ഇന്ത്യയെ പറ്റി പഠനം നടത്തി പറഞ്ഞത് ഇവിടുത്തെ കോവിഡ് മരണം 39 ലക്ഷത്തിനും 49 ലക്ഷത്തിനും ഇടയ്ക്കെന്നായിരുന്നു. അത് പക്ഷെ ഇന്ത്യ ആദ്യത്തെ പാർലമെന്റിൽ തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അത് തെറ്റാണ് എന്ന് പറയുകയും 5 ലക്ഷത്തിൽ താഴെ പേരെ ഇവിടെ മരിച്ചിട്ടുള്ളൂ എന്ന് പറയുകയും ചെയ്തു. പക്ഷെ അധികം താമസിയാതെയാണ് മിസ്റ്റർ നാരായൺ പറഞ്ഞതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതായത് ഇന്ത്യ പറയുന്ന കണക്ക് തെറ്റാണ്, അതിനേക്കാൾ വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞ് രേഖയുമായി പുറത്തു വന്നത്. അത് മാത്രവുമല്ല, നമുക്കറിയാം ദ ഹിന്ദു ന്യൂസ് പേപ്പർ തന്നെ, അതുപോലെ പല സംഘടനകളും ഇന്ത്യയിൽ തന്നെ സംസ്ഥാന തലങ്ങളിൽ പഠനം നടത്തിയിട്ട് അവരുടെ പഠനങ്ങളിലും കണ്ടെത്തിയത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച ലിസ്റ്റിനേക്കാൾ വളരെ കൂടുതൽ പേര് കോവിഡ് മുഖാന്തരം മരിച്ചു എന്നുള്ളതാണ്. അപ്പൊ പിന്നീടാണ് പക്ഷെ കോവിഡ് സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഒന്നും ചെയ്തില്ല എന്ന അഭിപ്രായം എനിക്കില്ല. കാരണം അദ്ദേഹമാണ് വന്ദേ ഭാരത് പ്ലെയിൻ സർവീസ് തുടങ്ങിയത്. അങ്ങനെയാണ് ഗൾഫ് മലയാളികളൊക്കെ, കോവിഡ് ബാധിച്ച പ്രവാസികളൊക്കെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ഇടവന്നത്. അതുവരെ കേരള ഗവൺമെന്റ് പോലും ഒന്നും ചെയ്യാതിരുന്നു. അതുപോലെ കേരള ഗവൺമെന്റ് പോലും ആ സമയത്ത് കോവിഡ് മുഖാന്തരം മരിച്ചവര് വളരെ കുറവാണ്, അതായത് 7000-ൽ താഴെ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുമ്പോഴാണ് ആ പ്യൂ റിസർച്ചിന്റെ ഡേറ്റ പറഞ്ഞത് 25,000-ലധികം പേർ ഇവിടെ മരിച്ചിരിക്കുന്നു എന്ന്. പിന്നെ അതുപോലെ അവസാനം വന്നപ്പോ അതായത് അവർക്ക് ഗ്രാന്റ്, അതായത് മരിച്ചുപോയ കോവിഡ് മുഖാന്തരം മരിച്ചവർക്ക് എക്സ്ഗ്രേഷ്യ കൊടുക്കേണ്ട അവസ്ഥ വന്നപ്പോ 73,000 പേർക്ക് കേരളത്തിൽ തന്നെ എക്സ്ഗ്രേഷ്യ കൊടുക്കേണ്ടി വന്നു. അപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് വന്ന് തെറ്റായ കണക്കാ പറഞ്ഞത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും തെറ്റായ കണക്ക്. ഇതൊക്കെ മുഖം മിനുക്കൽ പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടം വരെ അതിനർത്ഥമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ് ഇത്തരം കണക്കുകളൊക്കെ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. എന്താണെങ്കിലും ഈ പറയപ്പെട്ട ഈ നോട്ട് നിരോധനം വഴിയായിട്ട് കള്ളപ്പണം ഇല്ലായ്മ ചെയ്യാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. GDP ഗ്രോത്ത് സ്ലോ ആയിപ്പോയി, പതുക്കെയായിപ്പോയി എന്നുള്ളത്. GDP ഗ്രോത്ത് സ്ലോ ആയി പോയാൽ അത് ആർക്കാണ് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാകുന്നത്? GDP ഗ്രോ ചെയ്യുക, തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുക, അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലുകൾ വഴിയായിട്ട് സാധാരണക്കാർക്ക് ഇൻകം ഉണ്ടാവുക, അവരുടെ ഡിമാൻഡ് വർദ്ധിക്കുക, അവരുടെ കൺസംഷൻ നന്നാവുക. ഇതൊക്കെയാണ് വികസനം എന്ന് പറയുന്നത്. അതായത് GDPയുടെ ഗ്രോത്ത് ജനങ്ങളിലേക്ക് തൊഴിൽ വഴിയായിട്ട് വിതരണം ചെയ്യപ്പെടണം. അതാണ് വികസനം എന്ന്, ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അത് എത്രമാത്രം ഇന്ത്യ ജയിച്ചു അക്കാര്യത്തിൽ എന്നുള്ളത് മനസാക്ഷിക്ക് അനുസൃതമായിട്ട് ഒന്ന് കണക്ക് കൂട്ടുമ്പോൾ നമുക്കറിയാം. ഈ ഊതി വീർപ്പിച്ച കണക്കുകളൊക്കെ വിശ്വസനീയമായ കണക്കുകളല്ല. ഇതിന്റെയൊക്കെ അടിയൊഴുക്കുകൾ എവിടെ കിടക്കുന്നു? ഇപ്പൊ തന്നെ ബീഹാറിലെ ഒരു അവസ്ഥ എടുത്തു നോക്കൂ മിസ്റ്റർ ജെയിംസ്. 10,000 രൂപ ഒരു വനിതയ്ക്ക് ഫ്രീ ഫീസ് കൊടുക്കരുത് എന്ന് ആരാണ് പറഞ്ഞത്? കഴിഞ്ഞ ഫെബ്രുവരി 2-ന് സുപ്രീം കോടതിയിൽ വന്ന ഒരു വിധിയുണ്ട്. അതായത് ഫ്രീ ഫീസ് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് അതായത് തൊഴിൽ ചെയ്യാൻ 60 വയസ്സിൽ താഴെയുള്ളവർക്ക് ഫ്രീ ഫീസ് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള താല്പര്യം കുറയും. അപ്പൊ അങ്ങനെ ഒരു പോപ്പുലേഷനെ അൺപ്രൊഡക്റ്റീവ് ആക്കി മാറ്റത്തക്ക രീതിയിൽ ഫ്രീ ഫീസ് കൊടുക്കരുത് എന്നാണ് അന്ന് സുപ്രീം കോടതി മിസ്റ്റർ ഗവായ്, നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജി ഗവായ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് പറഞ്ഞത്. ആ സ്ഥാനത്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ 10,000 രൂപ വീതം ബീഹാറിലെ ഓരോ സ്ത്രീക്കും കൊടുക്കുന്നത്. കാരണം അവിടുത്തെ സാധാരണ സ്ത്രീകൾ 10,000 രൂപ ജീവിതത്തിൽ ഒന്നിച്ച് കണ്ടിട്ടുണ്ടാവില്ല. അത്രയും പാവപ്പെട്ട പോക്കറ്റുകളാണ് ബീഹാറിലെ ഉള്ളത്. എല്ലാ ഭരണകർത്താക്കളും അവരെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നെങ്കിലും ആരും അവരെ ചേർത്ത് പിടിച്ചിട്ടില്ല. ഡോക്ടർ മേരി ജോർജ്, ഞാൻ മടങ്ങി വരാം. ഞാൻ മറ്റൊരു വിഷയം, ഡോക്ടർ നിതീഷ് നാരായണൻ യാതൊരു ആലോചനയും ഇല്ലാതെ സംസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ നടപ്പാക്കിയ ഒരു പരിപാടിയാണ് നോട്ട് നിരോധനമെന്ന് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഉണ്ടായിരുന്നു. താങ്കൾ ഓർക്കുന്നുണ്ടാവും, അക്കാലത്ത് സഹകരണ ബാങ്കുകൾക്ക് പഴയ നോട്ടുകൾ മാറ്റി നൽകാൻ അവസരം നിഷേധിച്ചു.
ഇതൊക്കെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനു മേലുള്ള ഒരു കടന്നുകയറ്റമായി വിലയിരുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും സംസ്ഥാനങ്ങളെ ഞെരുക്കാൻ വേണ്ടിയിട്ടുള്ള, തങ്ങളുടെ വരിക്ക് വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിട്ട് ഇപ്പോ സാമ്പത്തിക മേഖലയിലെ പരിഷ്കാരങ്ങളെ നടപ്പിലാക്കാനാണ് ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ പൊതുവെ പഴയ കാലം മുതൽ ശ്രമിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദിയുടെ ഭരണകൂടം ഏറ്റവും ശക്തമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഫിസ്ക്കൽ ഫെഡറലിസത്തെ തകർക്കുക എന്നുള്ള, സാമ്പത്തിക ഫെഡറലിസത്തെ തകർക്കുക എന്നുള്ള സംവിധാനമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ GST ഷെയർ നൽകുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണെന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുക്കുക, സംസ്ഥാനങ്ങളുടെ നീതിയുക്തമായിട്ടുള്ള വിഹിതം പോലും നൽകാതിരിക്കുക, ആ സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നതിന് തുല്യമായി പ്രൊപ്പോർഷൻ ആയിട്ടുള്ള വിഹിതം പോലും അവർക്ക് നൽകാതിരിക്കുക, ബജറ്റ് ഫണ്ട് വിലയിരുത്തുന്ന സമയത്ത് സംസ്ഥാനങ്ങളെ അവഗണിക്കുക, ഇങ്ങനെയെല്ലാം സാമ്പത്തികമായിട്ട് സംസ്ഥാനങ്ങളെ ഞെരുക്കുക എന്നുള്ളത് ഈ ഭരണകൂടത്തിന്റെ ഒരു രാഷ്ട്രീയ നയമായിട്ട് അതിശക്തമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കേരളത്തോടും പിന്നെ പ്രയോഗിക്കുന്നുണ്ട്. കേരളത്തോട് മാത്രമല്ല, കേരളം മാത്രമല്ല അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്, തമിഴ്നാട് സംസാരിച്ചിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളും, പല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നയിക്കുന്ന പല സംസ്ഥാനങ്ങൾ ഇതിനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കോടതിക്ക് പോലും ഇതിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഉണ്ട്. ശരി, ഞാൻ നിലവിടെയാണ്, നമ്മുടെ സമയം തീരാറായി. CV സജനി, നോട്ട് നിരോധനം കള്ളപ്പണത്തെയും ഭീകരവാദ ഫണ്ടിങ്ങിനെയും കുറയ്ക്കാൻ സഹായിച്ചുവെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. അതിന്റെ തെളിവുകൾ എന്തൊക്കെയാണ്? അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ജമ്മു കാശ്മീരിൽ വളരെ സമാധാനപരമായി നടന്ന, ചരിത്രത്തിൽ ആദ്യമായി, സ്വാതന്ത്ര്യത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും സമാധാനപരമായി പ്രശ്നങ്ങളില്ലാതെ നടന്ന ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ നോട്ട് നിരോധനത്തിന്റെ ഏറ്റവും വലിയ സംഭാവനകൾ ഒന്നാണ്. അത് നമ്മുടെ കൺമുൻപിലുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. കശ്മീർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ ഭീകരവാദ പ്രവർത്തനം വളരെയധികം കുറഞ്ഞുവല്ലോ. അവിടുത്തെ ജനങ്ങള്, അവിടുത്തെ കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് പോകുവാനും അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ തൊഴിലിടങ്ങളിലേക്ക് പോകുവാനും ഒക്കെ തുടങ്ങിയല്ലോ. അവരതിലൊക്കെ താല്പര്യം കാണിച്ചു തുടങ്ങിയല്ലോ. അപ്പൊ ഇതൊക്കെ ഈ നോട്ട് നിരോധനം കൊണ്ട് മാത്രമല്ല, ആ നോട്ട് നിരോധനത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള നിരവധി തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ, നിരവധി തരത്തിലുള്ള ഭവാത്മകമായ പദ്ധതികളുടെ ഗുണം തന്നെയാണ്. ശരി ഡോക്ടർ നിതീഷ്, തെരഞ്ഞെടുപ്പാണ് ഏറ്റവും നോട്ട് നിരോധനം കൊണ്ടാണ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നതെന്നാണ് അവർ പറയുന്നതെങ്കിൽ, നോട്ട് നിരോധനത്തിന് ശേഷം 5 വർഷത്തോളം, അതായത് 2019 ശേഷം 5 വർഷത്തോളം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. തിരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിൽ ഏറ്റവും ദീർഘകാലം തിരഞ്ഞെടുപ്പ് നടക്കാതിരുന്ന കാലം ഈ 5 വർഷമാണ്. 2016 നോട്ട് നിരോധനം നടപ്പിലാക്കിയത്. ഇടയ്ക്ക് കയറി പറയല്ലേ, കുറച്ച് സഹിഷ്ണുത കാണിക്കൂ. ഇടയ്ക്ക് കയറി പറയില്ലേ സുഹൃത്തെ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. നോട്ട് നിരോധനം നിങ്ങൾ സമാധാനം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് എങ്കിൽ സുഹൃത്തെ, പിന്നെ എങ്ങനെയാണ് കാശ്മീരിൽ ഇത്രയധികം ആക്രമണങ്ങൾ അവിടെ നടന്നത്? 100 കണക്കിന് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയത് എങ്ങനെയാണ് നിങ്ങൾ പറയണ്ടേ? 2, നോട്ട് നിരോധനമാണ് ഇതിന്റെ മുഖ്യ കാരണമെങ്കിൽ പിന്നെ എന്തിനാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്? ആർട്ടിക്കിൾ 370 എന്തിനായിരുന്നു റദ്ദാക്കിയത്? നിങ്ങൾ ജനങ്ങളെ പറ്റിക്കരുത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീമതി സജനി, ഒരു വാക്കിൽ മറുപടി. അല്ല, ഈ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. അല്ലാതെ നിങ്ങളൊക്കെ കൂടെ ഈ കാശ്മീരിനെ, പാക് കാശ്മീരിനെ നിങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിലേക്ക് ഭാഗമായിട്ടുള്ള ഈ കോൺഗ്രസിന്റെ ഒക്കെ അന്നത്തെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ഈ ജവഹർലാൽ നെഹ്റു താലത്തിൽ വെച്ച് കൊടുത്തതിന്റെ ഈ തിക്ത ഫലങ്ങളാണ് ഇന്ന് രാജ്യം അനുഭവിക്കുന്നത്. ഈ ഡൽഹിയിലുണ്ടായ ഈ ഭീകരാക്രമണം ഉണ്ടല്ലോ, അതുവരെ നെഹ്റു സർക്കാരിന്റെയും അതിന്റെയൊക്കെ ഭാഗമായിരുന്ന ഇടതുപക്ഷത്തിന്റെയും ഒക്കെ വികലമായ ദേശീയതക്കെതിരായിട്ടുള്ള നയങ്ങളുടെ ആ അനന്തര ഫലമാണ് ഇന്ന് രാജ്യം അനുഭവിക്കുന്നത്. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. കള്ളപ്പണം ഇല്ലാതാക്കുന്നതിൽ നോട്ട് നിരോധനം പൂർണ്ണമായി വിജയിച്ചോ എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല. എങ്കിലും ഡിജിറ്റൽ പേയ്മെന്റുകൾ വർദ്ധിച്ചതും നികുതി പിരിവ് കാര്യക്ഷമമായതും നോട്ട് നിരോധനത്തിന്റെ ഗുണപരമായ മാറ്റങ്ങളായി ഭരണപക്ഷം ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട്. എന്നാൽ അസംഘടിത മേഖലയിലും സാധാരണ ജനങ്ങളും അനുഭവിച്ച ദുരിതങ്ങൾ മറക്കാറായിട്ടില്ല. നോട്ട് നിരോധനം ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് ഗുണകരമാകുമോ എന്നത് വരും വർഷങ്ങളിലെ സർക്കാരിൻ്റെ തുടർ നടപടികളെ ആശ്രയിച്ചിരിക്കും. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ നിതീഷ് നാരായണൻ, CV സജിനി, ഡോക്ടർ മേരി ജോർജ്, നന്ദി. മറ്റൊരു വിഷയവുമായി
അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.